സമൂസയ്ക്കും സ്പ്രിംഗ് റോളിനും വേണ്ടിയിട്ടുള്ള ഷീറ്റ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. 1 മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോൺ ഓയിലോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിഞ്ഞാന്ന് പപ്സിൻ്റെ തൊലി ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ തൊലിയും ഉണ്ടാക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ പൊടിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് അരമണിക്കൂറിന് ശേഷം വേണം ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോഴേക്കും മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറും. നമുക്കിതിവിടെ അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് വളരെ നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഒരു 1.5 മിനിറ്റൊക്കെ കൊണ്ട് ഇത് നന്നായിട്ട് വെന്തോളും. ക്യാരറ്റ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വരെ കാബേജ് കട്ട് ചെയ്തതും 1/2 കപ്പ് വരെ കാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വരെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്സും ഗ്രീൻ പാർട്സും രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഈ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊക്കെ പെട്ടെന്ന് വെന്തോളും. കാബേജും ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഈ വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് 2 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക. വെജിറ്റബിൾസ് ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വേറെ മസാലപ്പൊടിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചിക്കനിലും മറ്റു പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് വേവിച്ചെടുത്തതാണ്. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിലൊരു ഉരുളയെടുത്ത് നന്നായിട്ട് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും എടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അല്പം പൊടിയും കൂടി ചേർത്ത് ഇത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അല്പം വലുതായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്റ്റീൽ പാത്രമോ ഗ്ലാസ്സോ മറ്റോ വെച്ചിട്ട് റൗണ്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പൂരിയുടെ അത്രയുമുള്ള 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത ഓരോ പീസിൻ്റെയും മുകളിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ടറോ മറ്റുള്ള എന്തെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അല്പം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. 4 പൂരിയുടെ മുകളിലും ഇതുപോലെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി വേണമെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായിട്ട് ഇത് അട്ടിയായിട്ട് നമുക്ക് വെക്കാം. 4ാമത്തേതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. 4ഉം കൂടി ഒരുമിച്ച്
നേരിയതായിട്ട് പരത്തിയെടുക്കാം. വളരെ നേരിയതായിട്ടാണ് ഞാനിപ്പോൾ ഇത് പരത്തുന്നത്. നിങ്ങൾക്ക് അല്പം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചെറുതായിട്ട് പരത്തിയെടുക്കാം. നേരിയതായിട്ട് പരത്തുന്നതായിരിക്കും സ്പ്രിംഗ് റോളിനൊക്കെ നല്ലത്. ഞാനിതിവിടെ വളരെ നേരിയതായിട്ട് പരത്തിയിട്ടുണ്ട്. മുഴുവൻ മാവും ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ ഈ മാവ് വാട്ടിയെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് 30 സെക്കൻഡ് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അടിയിലുള്ള ഭാഗം നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഏറ്റവും അടിയിലുള്ള ലെയർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ കൈ പോലും കാണാൻ പറ്റും. അത്രയും നേരിയ ഷീറ്റാണിത്. ഇതുപോലെ ഓരോ 30 സെക്കൻഡ് കൂടുമ്പോഴും ഇത് തിരിച്ചിട്ട് കൊടുത്ത് താഴെയായിട്ടുള്ള ലെയർ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം. മൂന്നാമത്തെ ലെയറും കൂടി ഞാൻ എടുക്കുകയാണ്. അവസാനത്തെ ലെയറും ഒരു 30 സെക്കൻഡ് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ മുഴുവൻ ഷീറ്റും നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. മാത്രമല്ല ഓരോ ഭാഗവും കുറഞ്ഞത് 30 സെക്കൻഡെങ്കിലും ഇതുപോലെ വാട്ടിയെടുക്കണം. എന്നാലേ നമുക്കിത് ഈസി ആയിട്ട് ഇതുപോലെ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുഴച്ച് വെച്ച മുഴുവൻ മാവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആദ്യം ഈ വാട്ടിയെടുത്ത മാവ് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പകുതി മാവാണ് ഞാൻ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി പകുതി സമൂസയ്ക്ക് വേണ്ടിയിട്ടും കട്ട് ചെയ്യാം. ഇതുപോലെ 4 ഭാഗത്തുനിന്നും സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലായിരിക്കണം സ്പ്രിംഗ് റോളിൻ്റെ മാവ് റെഡിയാക്കി വെക്കേണ്ടത്. സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് സമൂസയ്ക്കുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. സമൂസയ്ക്കുള്ള ഷീറ്റ് പരത്തിയെടുക്കുമ്പോൾ തന്നെ അല്പം വലിപ്പം കൂട്ടിയിട്ട് പരത്തിയെടുക്കണം. എന്നാലേ നമുക്ക് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. വലിപ്പം കുറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഷീറ്റിൻ്റെ നീളവും കുറയും. അപ്പോൾ നമുക്ക് സമൂസ കോട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈ ഷീറ്റ് നമുക്ക് ഇതുപോലെ നടുവിൽ നിന്നും 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. സമൂസയ്ക്കുള്ള ഷീറ്റ് അല്പം നേരിയതായിട്ട് നീളത്തിലാണ് ഉണ്ടാവുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെയാണ് ഇതുണ്ടാവുക. ഇതുപോലെ ഇത് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് 2 ഷീറ്റും ഒരു സിപ്പർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഈ സിപ്പർ ബാഗിലേക്ക് മാറ്റാം. സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒട്ടും എയറില്ലാതെ ഇതിൻ്റെ സിപ്പ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡേറ്റ് എഴുതി വെക്കാം. ഒരു പേപ്പർ ഒട്ടിച്ച് വേണമെങ്കിലും ഇതുപോലെ ഡേറ്റ് എഴുതാം. നമ്മൾ ഉണ്ടാക്കിയ ദിവസത്തെ ഡേറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴാണ് ഉണ്ടാക്കിയതെന്നും ഇനി എത്ര ദിവസം ഇത് യൂസ് ചെയ്യാമെന്നും ഒക്കെ ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയ ഡേറ്റൊക്കെ മറന്നു പോകും. 1 മാസമല്ലേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് സമൂസയുടെ ഷീറ്റും മറ്റൊരു സിപ്പർ ബാഗിലാക്കി ലോക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിലും ഞാൻ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും ഫ്രീസറിലേക്ക് മാറ്റിയിട്ട് 1 മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ സ്പ്രിംഗ് റോളും സമൂസയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ മൈദപ്പൊടിയിൽ അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. ഇനി സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഷീറ്റ് എടുത്ത് അതിലേക്ക് സ്പ്രിംഗ് റോൾ മസാല വെച്ച് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മസാല വെക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും പിടിച്ച് ഇതുപോലെ ഉള്ളിലേക്കാക്കി മടക്കി വെക്കുക. എന്നിട്ട് വളരെ ടൈറ്റായിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ പേസ്റ്റ് പുരട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേസ്റ്റ് പുരട്ടുന്നത്. എന്നിട്ട് ഇത് മുഴുവനായിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കണം. ഇവിടെ ഒരു സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് മറ്റൊരു വിധത്തിലും കൂടി സ്പ്രിംഗ് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ ഒരു കോണിൽ മസാല വെച്ച് കൊടുത്തതിന് ശേഷം ആ കോണൊന്ന് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് 2 സൈഡും പിടിച്ച് ഉൾഭാഗത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അറ്റത്ത് ഈ പേസ്റ്റ് പുരട്ടി നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം. സമൂസയുടെ ഷീറ്റ് എടുത്ത് അതിൻ്റെ അടിയിൽ ഭാഗത്തു നിന്നും അറ്റത്തുനിന്ന് പിടിച്ച് മുകളിലെ അറ്റത്ത് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റ് പുരട്ടിയ ഭാഗത്തേക്ക് മറ്റേ സൈഡ് എടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല നിറക്കാം. ഞാനിവിടെ സ്പ്രിംഗ് റോളിൻ്റെ മസാലയാണ് നിറച്ചിട്ടുള്ളത്. സമൂസയുടെ മസാല ഞാൻ പിന്നീട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ കോണിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തുമായിട്ട് നന്നായിട്ട് പേസ്റ്റ് പുരട്ടി കൊടുത്തതിന് ശേഷം താഴേക്ക് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെയാണ് സമൂസ പൊതുവെ ഉണ്ടാക്കുന്നത്. ആ ഒരു വിധത്തിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഞാൻ ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് റോളും സമൂസയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലിട്ട് സ്പ്രിംഗ് റോൾ ആദ്യം ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് സമൂസയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ടാക്കിയ തൊലിയായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇതിൻ്റെ സ്കിൻ ഉണ്ടാവുക. വാട്ടിയെടുക്കാതെ ഉണ്ടാക്കുന്ന സമൂസയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് വാടിയതുപോലെ ഉണ്ടാവും. ഇത് എത്ര സമയം വേണമെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ഇരുന്നോളും. സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള തൊലിയോട് കൂടിയിട്ടുള്ള സമൂസയും സ്പ്രിംഗ് റോളുമാണ്. മാത്രമല്ല വളരെ നേരിയ തൊലിയുമാണിത്. നേരിയ തൊലിയായതുകൊണ്ട് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിത് ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്